നമുക്ക് അതിൽ കിട്ടുന്ന വരുമാനം വേണ്ട. ഭീമാപ്പള്ളിക്ക് അങ്ങനെ ഒരു വരുമാനം നമുക്ക് വേണ്ട. അത് ഹറാമാണ്. അള്ളാഹു കാത്ത് സംരക്ഷിക്കട്ടെ. ഇനി ഇത്തരം മക്ബറ, ആണ്ട്, ഉറൂസ്, ഈ ചന്ദനക്കുടം, ഈ കന്തൂരി, ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ സമസ്തക്കില്ല. അതിൽ ഇവിടുത്തെ യഥാർത്ഥ അഹ്ലുസുന്നയുടെ വക്താക്കൾ ഇടപെട്ടത് കൊണ്ട് നമുക്കൊരു വെളിച്ചം കിട്ടിയിട്ടുണ്ട്, നമുക്കൊരു തുറവ് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ജാറുവുമായി ബന്ധപ്പെട്ട് പറയപ്പെടുന്ന കാര്യങ്ങളെ, ഈ ഉറൂസുമായി ബന്ധപ്പെട്ട അനാചാരങ്ങളെ പരിപൂർണമായും എതിർത്ത് അത്തരമൊരു സംഗതിയെ ഇല്ലാതാക്കിയിട്ട് ഒരു ശുദ്ധീകരണം നടത്തി യഥാർത്ഥ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനുള്ള പണി കൂടി ഇത്തരം ആളുകൾ എടുക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഭീമാപള്ളി ചന്ദനക്കുടവുമായി ബന്ധപ്പെട്ട് നിസാമുദ്ദീൻ അസ്ഹരി പറഞ്ഞ ഒരു സംസാരം നമുക്ക് ആദ്യം കേൾക്കാം. ഈ കുടത്തിൽ എന്താ ഉള്ളത്? അതെനിക്ക് ആദ്യം ചോദിക്കാം. എന്താ ഉള്ളത്? ശരി, എന്തോ ചന്ദനം ഇടുന്നുണ്ടെന്നോ? ഉണ്ടോ? ഒന്നുമില്ല. വെള്ളം ഊതി വെച്ചു. അതിനകത്ത് രണ്ട് തിരി തെക്കോട്ടും കുടക്കോട്ടും വെച്ച് ഇതിങ്ങനെ മൂടി കെട്ടിയിട്ട് വാ മൂടി കെട്ടിയിട്ട് ആകാരം കൊടുത്തിട്ട് പള്ളി മുഴുവൻ താമസിക്കുക. ഏറ്റവും വലിയ തെറ്റല്ലേ അത് സഹോദരങ്ങൾ? നമുക്ക് അതിൽ കിട്ടുന്ന വരുമാനം വേണ്ട. ഭീമാപ്പള്ളിക്ക് അങ്ങനെ ഒരു വരുമാനം നമുക്ക് വേണ്ട. അത് ഹറാമാണ്. അള്ളാഹു കാത്ത് സംരക്ഷിക്കട്ടെ. ഒരു നൂറ്റാണ്ട് കാലം സമസ്ത പറഞ്ഞു വച്ച ആശയത്തിന് വിരുദ്ധമായിക്കൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ സംസാരം. ഈ സംസാരം വെറുമൊരു ചന്ദനക്കുടമെന്ന ഒരു പ്രവൃത്തിയിലേക്ക് മാത്രം ഒതുക്കേണ്ട വിഷയമല്ല. ജാറങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് അനാചാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഒരു വിഷയം മാത്രം അദ്ദേഹം ഹൈലൈറ്റ് ചെയ്തു പറയുകയാണ്. ഈ ഒരു വിഷയത്തിൽ ഈ ഒരു ചന്ദനക്കുടം എന്നത് മാത്രമാണോ ഈ ഖബറുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ നടക്കുന്നത്, ഇതുമാത്രമാണോ വിമർശിക്കപ്പെടേണ്ടത്, ഇതിനെതിരെ മാത്രമാണോ സംസാരിക്കേണ്ടത് എന്നാണ് മുസലേൻ്റെ ഓടുള്ള ചോദ്യം. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ഇവിടെ സൂറത്ത് അൻആമിലെ 104-ാമത്തെ ആയത്ത് തുടങ്ങി ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് വരാമെന്നാണ് കരുതുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അറിയിച്ച ഒരു കാര്യം, ഖദ് ജാഅക്കും ബസായിറും മിർ റബ്ബിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിൽ നിന്ന് വ്യക്തമായ തെളിവുകൾ വന്നെത്തിയിരിക്കുന്നു. ഫമൻ അബ്സറ ഫലി നഫ്സിഹി, അത് ആരാണോ കണ്ടറിയുന്നത് അവർക്ക് അതിൻ്റെ ഗുണമുണ്ട്. വമൻ അമിയ ഫഅലൈഹ, ആരാണോ അന്ധത കാണിക്കുന്നത് അതിൻ്റെ ദോഷം അവനുണ്ട്. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാ ഈ ആയത്തിനെ വിശദീകരിച്ചപ്പോൾ പറഞ്ഞ കാര്യം, ഇവിടെ ബസായിർ എന്ന് പറഞ്ഞാൽ ഹിയൽ ബയ്യിനാത്ത് വൽ ഹുജജ് എന്നാണ്, തെളിവുകൾ, വ്യക്തമായ രേഖകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലത്തി ഇഷ്തമല അലൈഹ അൽ ഖുർആൻ വമാ ജാഅ ബിഹി അർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ കലാമും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന കാര്യങ്ങളുമാണ് ഈ ആയത്തിൽ വന്ന ബസായിറിൻ്റെ താല്പര്യം. ഈ ആയത്തും അതിൻ്റെ വിശദീകരണവും നമ്മെ അറിയിക്കുന്ന സുപ്രധാനമായ കാര്യം, അള്ളാഹു പൂർത്തിയാക്കി തന്ന ദീൻ, ആ ദീനിൻ്റെ വിശ്വാസ ആചാരങ്ങൾ ഈ രണ്ട് പ്രമാണങ്ങളിൽ നിന്നാണ് നമുക്ക് സ്വായത്തമാക്കാനുള്ളത്. വേറെ ഒന്നിലേക്കും നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർക്ക് പലപ്പോഴും വൈകിയാണ് ബോധം ഉദിക്കാറുള്ളത്. അവർ കുറേ കാര്യങ്ങൾ ചെയ്യും, അത് ചോദ്യം ചെയ്യപ്പെടും, വിമർശിക്കപ്പെടും. പിന്നെ അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ വരാൻ തുടങ്ങും. പിന്നെ അത് സംഘടിതമായ അഭിപ്രായങ്ങളായിട്ട് മാറും. അങ്ങനെ ആരെങ്കിലും പ്രസംഗത്തിലോ എഴുത്തിലോ പിന്നെ അത് പ്രകടിപ്പിക്കും. പിന്നെ അത് മുഷാവറയിൽ ചർച്ചയാകും. ഇങ്ങനെ കറങ്ങിക്കളിക്കുന്ന ഒരവസ്ഥ പല വിഷയങ്ങളിലും അവർക്കിടയിലുണ്ട്. ഇപ്പോൾ ഈ പുതിയ സാഹചര്യത്തിൽ എത്രയോ വിഷയങ്ങൾ പിന്നെ സമസ്തക്കൊരു പിന്നെ വേലിക്കെട്ടായി പ്രയാസമായി നിൽക്കുന്ന സാഹചര്യം കൂടിയാണ്. ഇപ്പോൾ ഇവിടെ തന്നെ ഈ സംസാരത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ കേട്ടത് ഉറൂസൊക്കെ ഉഷാറായി. പിന്നെ അദ്ദേഹം പങ്കെടുത്തതിൽ വലിയ സന്തോഷമൊക്കെ ഉണ്ടാക്കിയ ഉറൂസ് മാത്രമല്ല, ഇത് പറയുന്ന സാഹചര്യം എന്ന് വെച്ചാൽ ഉറൂസ് കഴിഞ്ഞ വേളയാണ്. അതെ, എന്ന് പറഞ്ഞിട്ടാണ് മൂപ്പര വിഷയത്തിലേക്ക് എന്ത് ചെയ്യണത് വരുന്നത്, ഭയങ്കര സന്തോഷമൊക്കെ പ്രകടിപ്പിച്ചിട്ട്. പക്ഷേ അതിൽ മൂപ്പർക്ക് ഉണ്ടായൊരു വിഷമം ഈ ചന്ദനക്കൂടാണ്. ചന്ദനക്കൂടത്തെ ഉന്നം വെച്ചുകൊണ്ടാണ് മൂപ്പരെ സംസാരം.
ഇവിടെ നമ്മൾ പൊതുസമൂഹത്തെ മനസ്സിലാക്കി കൊടുക്കേണ്ട, അവർക്ക് അറിയിച്ചു കൊടുക്കേണ്ട ഒരു സംഗതി എന്താ വെച്ചാൽ, എന്താണ് ഈ പിന്നെ ആണ്ട് നേർച്ചയും ഈ ഉറൂസൊക്കെ എന്താണ്? അത് അറിയുമ്പോഴാണ് ചന്ദനക്കുടം മാത്രമാണോ പ്രശ്നം, അതല്ല മൊത്തത്തിലാണോ പ്രശ്നം എന്നുള്ളത് സമൂഹത്തിന് വായിക്കാൻ പറ്റുള്ളൂ. 4 രൂപത്തിൽ ഈ ഏർപ്പാടിനെ അല്ലെങ്കിൽ ഈ ഒരു അനാചാരത്തെ നമ്മൾ കാണണം. അത് സമസ്തനെ പരിചയപ്പെടുത്തിയതാണ്. അവരുടെ പ്രസിദ്ധീകരണം ഇപ്പോൾ പിന്നെ സമസ്ത AP വിഭാഗത്തിൻ്റെ പ്രസിദ്ധീക റിസാല, ആ റിസാലയിൽ അവർ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ കാന്തപുരം മുസ്ലിയാരുടെ അവതാരികയോടുകൂടി പിന്നെ പുറത്തിറക്കപ്പെട്ട പുസ്തകമാണ് ആണ്ട് നേർച്ചയും ചില അപവാദങ്ങളും. അത് KM മുഹമ്മദ് കോയ മാത്തോട്ടം എഴുതിയ പിന്നെ പുസ്തകമാണ്. അതിൽ പറയുകയാണ് ഈ ആണ്ട് നേർച്ച എന്ന പേര് മലബാർ ഭാഗങ്ങളിലാണ് ആണ്ട് നേർച്ച എന്ന നിലക്ക് ഇതറിയപ്പെടുക. 2, തെക്കൻ കേരളത്തിൽ ചന്ദനക്കുടം എന്ന പേരിലാണ് ഇതറിയപ്പെടുക. ചന്ദനക്കുടം തന്നെയാണ് ഇതിൻ്റെ പേര്. തമിഴ്നാട്ടിലൊക്കെയാണെങ്കിൽ കന്തൂരി എന്നാണ് ഇതറിയപ്പെടുക. വടക്കേ ഇന്ത്യയിലാണ് ഉറൂസ് എന്ന പേരിൽ ഈ സംഗതി കൊണ്ടാടുക. അപ്പോൾ 4 പേരുകളിൽ ഇതുണ്ട്, 4 ഭാഗങ്ങളിൽ. മൊത്തത്തിൽ ഉറൂസ് എന്ന് പറയും, അല്ലെങ്കിൽ ആണ്ട് നേർച്ച എന്ന് പറയും. അപ്പോൾ ഈ ഉറൂസ് എന്ന പേര് ഇതിന് വരാൻ കാരണം നംക നൗമത്തിൽ അറൂസ് എന്നുണ്ടല്ലോ, പിന്നെ മണവാളനോടൊക്കെ പറയുന്ന, പിന്നെ ഒരു പുതുമണവാളൻ ഉറങ്ങുന്ന പോലെ നീ ഉറങ്ങ് എന്നാണ് ഈ പിന്നെ സൂഫി വിശ്വാസപ്രകാരം അവരുടെ ഔലിയാക്കൾ, അവരുടെ മഷായിഖന്മാർ അവർ സ്വർഗീയ സുഖങ്ങളൊക്കെ അനുഭവിച്ചിങ്ങനെ കിടക്കുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ഈ പിന്നെ സൂഫി കാഴ്ചപ്പാടിലുള്ള പിന്നെ വലിയ അയാൾ എങ്ങനെയാണ് അള്ളാഹുവിലേക്ക് ലയിക്കുക, അഥവാ ആത്മാവ് എന്ന മണവാട്ടി അള്ളാഹു എന്ന മണവാളനുമായി സന്ധിക്കുന്നുവെന്നാണ് സൂഫി ദർശനം. അതാണ് സൂഫി വിശ്വാസം. അപ്പോൾ അതിൽ നിന്നാണ് ഈ ഉറൂസ് എന്ന വാക്കുണ്ടായിട്ടുള്ളത്. ഉറൂസ് എന്ന പദം അത് സമസ്തയിലെ മുതിർന്ന പണ്ഡിതൻ EK മുസ്ലിയാർ വരെ അങ്ങനെ എഴുതി വെച്ചത് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ കാണാൻ പറ്റും. ഇതാണ് പിന്നെ ഉറൂസ് എന്ന ഈ ആചാരത്തിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ഒരു വിശ്വാസം ഇതാണ്. ഏതായിരുന്നാലും ഇതെല്ലാം ഒന്നാണ്. ഇനിയിപ്പോൾ ആണ്ട് നേർച്ച എന്ന് പേരിട്ടാലും ചന്ദനക്കുടം എന്ന് പേരിട്ടാലും പിന്നെ കന്തൂരി എന്ന് വിളിച്ചാലും ഉറൂസ് എന്ന് വിളിച്ചാലും എല്ലാം ഒന്നാണ്. ഒരുപാട് അനാചാരങ്ങൾ സംഗമിക്കുന്ന, തളം കെട്ടി നിൽക്കുന്ന ഒരു വേദിയാണ്, ഒരു ഗ്രൗണ്ടാണ് ശരിക്ക് ഈ നേർച്ചയുടെ മറവിൽ നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഒരു കുടം കൊണ്ട് മാത്രം ഹറാമാകൂല. അവിടുത്തെ കേടുകൾ മുഴുവൻ നീങ്ങിയാൽ എന്താവുള്ളൂ, അത് പിന്നെ ഇത് ആ ഹറാമ് അവിടുന്ന് ഒഴിവായി കിട്ടുള്ളൂ. അപ്പോൾ ഒരു കുടം, ചന്ദനക്കുടം എന്ന് മുന്നിൽ വെച്ചിട്ട് എല്ലാ കേടും, ആ കുടം കൂടി മാറിയാൽ ബാക്കി എല്ലാ കേടും തീരും എന്ന നിലക്കുള്ള ഒരു പ്രചരണം അതല്ല ഇവിടെ വേണ്ടത്. ചന്ദനക്കുടം എന്ന ഏർപ്പാട് തന്നെ ഹറാമാണ്. പിന്നെ അതിന് മുമ്പ് പ്രത്യേകം പറയുന്നൊരു സംഗതി ഉണ്ട്, എന്താ വെച്ചാൽ പിന്നെ ഇത് ആളുകളെ പിന്നെ വലിയ അക്രമത്തിലേക്ക്, വലിയ വഴികേടിലേക്ക്, ആളുകളെ അങ്ങേയറ്റം വലിയ അപകടത്തിലേക്ക് എത്തിക്കുക എന്നാണ് മൂപ്പര് പറയുന്നത്. ഈ ഒരു ചന്ദനക്കുടം ശരിക്കും എന്താ വെച്ചാൽ ജാറങ്ങളും മക്ബറകളുമായി ബന്ധപ്പെട്ട് ആണ്ടുതോറും നടത്തി വരുന്ന ഈ അനാചാര പരിപാടികളിലൂടെ എത്രയധികമാണ് ഷിർക്ക് വളരുന്നത്. ഷിർക്കിൻ്റെ തഴച്ച് വളരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുക. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിലൂടെ മുഴുവൻ സമൂഹത്തെ പിന്നെ ഇവർ ഷിർക്കിൻ്റെ വഴിയിൽ തളച്ചിട്ടിട്ട് പറയുക ആളുകളെ പിന്നെ വലിയ പ്രയാസത്തിലേക്ക് എത്തിക്കുന്ന ഒന്നാണ് ആ കുടം. ആ കുടത്തിൻ്റെ കോലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സംഗതി ആ കുടം എന്നത് അതാണ് ശരിക്ക് അവിടെ നടക്കുന്ന ഉറൂസിൻ്റെ ഒരു പ്രധാന അടയാളം. അതാണ് ആ പേരിലാണ് അറിയപ്പെടുക. കാരണം ആ ഭാഗത്ത് തന്നെ ഈ സംഗതി അറിയപ്പെടുക ചന്ദനക്കുടം എന്ന പേരിലാണ്. ഇനി ഇവിടെ നമുക്ക് മുസ്ലിയാക്കന്മാരോട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഇദ്ദേഹം അടക്കമുള്ള മുസ്ലിയാക്കന്മാരോട് ചോദിക്കാനുള്ളത്, ഇത് ഒരു നൂറ്റാണ്ട് കാലം സമസ്ത പുലർത്തിപ്പോന്ന ആശയത്തെ പൂർണ്ണമായി തിരുത്താനുള്ളതാണോ, അതല്ല ഒറ്റപ്പെട്ട ചില ശബ്ദങ്ങളാണോ എന്നുകൂടി അറിയണം. കാരണം ഒരു നൂറ്റാണ്ട് കാലത്തെ സമസ്തയുടെ പാരമ്പര്യം നമ്മൾ പരിശോധിച്ചാൽ ഈ മുസ്ലിയാർ പറഞ്ഞതിൻ്റെ നേർവിപരീതമാണ്. കാരണം
951 പിന്നെ സമസ്ത വടകര സമ്മേളനത്തിൽ ഈ ആണ്ട് അല്ലെങ്കിൽ ഉറൂസ് നേർച്ചകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പ്രമേയങ്ങൾ, അവരെ നിലപാടും ജാറങ്ങളുമായി ബന്ധപ്പെട്ട അവർക്കുള്ള നിലപാടും കാര്യമൊക്കെ 951 സമ്മേളനത്തിലാണ് പ്രമേയം പാസ്സാക്കുന്നത്. പിന്നീട് 970കളിലാണ് പിന്നെ 70ൻ്റെയും 75ൻ്റെയും ഒക്കെ ഇടയിലായിട്ടാണ് കാടേരി മുസ്ലിയാർ എന്തായത് ഇതിനൊക്കെ എതിർത്തുകൊണ്ട് ലേഖനം എഴുതി. ഇന്നിപ്പോൾ ഈ ആണ്ട് നേർച്ചകളിലും ഉറൂസുകളിലും മറ്റൊക്കെ നടന്നു വരുന്ന കുറേ കാര്യങ്ങളെ മൂപ്പര് എന്ത് ചെയ്തു, എതിർത്തുകൊണ്ട് ലേഖനം എഴുതി. അപ്പോൾ അത് വലിയ കോളിളക്കം സൃഷ്ടി സമസ്തയിൽ ഭയങ്കര പിന്നെ ചർച്ചയ്ക്ക് ഇടവരുത്തിയ ഒരു ലേഖനമായിരുന്നു അൽബയാനിൽ വന്നത്. അദ്ദേഹം വഹാബി ആശയം ബാധിച്ച ഒരാളായി മാറിയിട്ടുണ്ട് എന്ന നിലക്കുള്ള പ്രചരണം വ്യാപിച്ചു. അങ്ങനെ 973 കാടേരിക്ക് മറുപടി പറയാൻ, അൽബയാനിലെ ആ ലേഖനത്തിന് മറുപടി പറയാൻ വേണ്ടി അഹമ്മദ് കോയ ഷാലിയാത്തിയുടെ പേരിലുള്ള പ്രസ്സിൽ നിന്ന് KM മുഹമ്മദ് കോയ മാത്തോട്ടം എഴുതി പ്രസിദ്ധീകരിച്ച പുസ്തകമാണിത്, ആണ്ട് നേർച്ചയും ചില അപവാദങ്ങളും എന്ന പുസ്തകം. അത് ഇന്നും അതിൻ്റെ കോപ്പി കിട്ടും, ആ പുസ്തകത്തിൻ്റെ പൂർണ്ണമായി വായിക്കാനുള്ള. കാരണം സമസ്ത എന്താണോ ഇതിൻ്റെ ഭാഗമായി പറയുന്നത് ആ നിലപാട് പറയാൻ വേണ്ടിയാണ് ആ പുസ്തകം എഴുതിയത്. അതിലിതൊക്കെ പറയുന്നുണ്ട്, എന്താണ് ഈ ചന്ദനക്കുടം, എന്താണ് ഉറൂസൊക്കെ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ അത് 85 എന്ത് ചെയ്തു, കാന്തപുരം മുസ്ലിയാരുടെ അവതാരികയോടുകൂടി ആണ്ട് നേർച്ച എന്ത് എന്തല്ല, രണ്ടാമത്തെ പേര്, ആ പേരിൽ എന്ത് ചെയ്തു, ആ പുസ്തകം അതെ വീണ്ടും പുറത്ത്. അപ്പോൾ അതിലൊക്കെ ഈ സംഗതി ഒരു മാറ്റമില്ലാതെ അതിൽ കാണാം. അതാണ് ഒരു നൂറ്റാണ്ട് കാലത്ത് സമസ്തയുടെ പാരമ്പര്യം അതാണ്. അപ്പോൾ ഇനി അത് ഹറാമാണ്, ജനങ്ങളെ വഴിതെറ്റിക്കുന്ന കാര്യമാണ് എന്നൊരു തിരിച്ചറിവിലേക്ക് തെളിവൊക്കെ ബോധ്യപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, അതാണ് വേണ്ടത്. പക്ഷെ അതെന്ത് ചെയ്യണം, ഈ 100 വർഷം തികയുന്ന വേളയിൽ ഒരു പ്രമേയമായിട്ട് പുറത്തു വരണം, അതാണ് വേണ്ടത്. മറ്റൊന്ന്, ഈ പുസ്തകം മുട്ടും വിളി നേർച്ചയെ എതിർക്കുന്നവർക്കൊരു മറുപടി എന്ന പുസ്തകം, ഇത് ഹാജി പോക്കർ മുസ്ലിയാർ ടി എഴുതിയ പുസ്തകമാണ്. ഇത് പിന്നെ അവരിൽപ്പെട്ട പിന്നെ അലി ഹസൻ കുട്ടി മുസ്ലിയാർ ബാക്കവിയുടെ ആശംസയോടുകൂടി ഇറക്കപ്പെട്ട പുസ്തകം. ഈ കൊണ്ടോട്ടി നേർച്ചയെ കേന്ദ്രീകരിച്ചൊക്കെ സമസ്തയിൽ തന്നെ ഉണ്ടായ ഒരുപാട് എതിർപ്പുകൾക്കുള്ള മറുപടി പുസ്തകത്തിലുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് കൊണ്ടോട്ടി നേർച്ച വീണ്ടും എന്ത് ചെയ്തു, പുറത്തിയാടി. അതിനുണ്ട് ഈ ചന്ദനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എന്താണോ ഒരു ഷിയ സൂഫി ഉറൂസ് അത് ഭീമാപ്പള്ളിയിലും മറ്റിടത്തൊക്കെ നടക്കുന്നത് എന്താണോ അതന്നെ ഇവിടെ കൊണ്ടോട്ടി നടക്കുന്നത്, അതേപോലെ പട്ടാമ്പി നടക്കുന്നത്, അതേപോലെ തിരൂർ നടക്കുന്നത്, എല്ലാ ഇടങ്ങളിലും നടക്കുന്ന കാര്യങ്ങൾ ചില മാറ്റങ്ങൾ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് മാത്രം. അതുപോലെ കൊണ്ടോട്ടി തങ്ങൾ എന്ന പേരിൽ ഉമർ മധുവ എഴുതിയ പുസ്തകം, ഈ പുസ്തകത്തിലും ഇത്തരം കാര്യങ്ങളൊക്കെ അനുകൂലിച്ചു. അഥവാ എന്താണോ ഒരു സാക്ഷാൽ ഉറൂസ് അത് അനുകൂലിച്ചു കൊണ്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് സമസ്ത നാളിതുവരെ പഠിപ്പിച്ചു പോന്നിട്ടുള്ളത്. അപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ അവരിങ്ങനെ കൂടുതൽ കുടുങ്ങുമ്പോൾ, കുറച്ചുകൂടി കെണിയിൽപ്പെടുമ്പോൾ പിന്നെ ആളുകളെ കൊണ്ടിങ്ങനെ, ഇപ്പോൾ അതിൽ രസകരമായൊരു കാഴ്ച എന്താ വെച്ചാൽ, എത്ര ആളുകൾ ഇത് വേണ്ട എന്ന് അഭിപ്രായമുണ്ട്, കൈയൊക്കെ പൊക്കുന്നുണ്ട് ആളുകൾ. അപ്പോൾ നമുക്ക് സമസ്ത മുഷാവറയോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, 100ാം വാർഷിക സമ്മേളനത്തിൽ എല്ലാവരെ കൊണ്ടും കൈ പൊക്കിപ്പിക്കണം. എന്തിനു വേണ്ടി? ഇനി ഇത്തരം മക്ബറ, ആണ്ട് ഉറൂസ്, ഈ ചന്ദനക്കുടം, ഈ കന്തൂരി ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ സമസ്തക്കില്ല. അതിൽ ഇവിടുത്തെ യഥാർത്ഥ അഹ്ലുസുന്നയുടെ വക്താക്കൾ ഇടപെട്ടത് കൊണ്ട് നമുക്കൊരു വെളിച്ചം കിട്ടിയിട്ടുണ്ട്, നമുക്കൊരു തുറവി കിട്ടിയിട്ടുണ്ട് എന്ന ഒരു പ്രമേയം പാസ്സാക്കിയിട്ട് അവിടെ കൂടിയ സമസ്ത അനുഭാവികളെ കൊണ്ട് മുഴുവൻ കൈവൊക്കിപ്പിക്കണം. ഇത് ഹറാമാണ്, ഇനി നമ്മളിതിൻ്റെ പിന്നാലെ പോകാൻ പാടില്ല എന്ന നിലക്ക് അവരെ കൊണ്ടൊക്കെ കൈപൊക്കിച്ച് അത് ഒരു പ്രമേയമാക്കി പുറത്തിറക്കി മറ്റൊരു തിരുത്തി എന്ന് സമൂഹത്തോട് പറയുമ്പോഴാണ് ഇത് ഒരു പ്രാമാണികമായ ഒരു ആത്മാർത്ഥമായ നിലപാടായി നമുക്ക് കാണാനും പരിഗണിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ജസാക്കല്ലാഹ് ഖൈർ. ഈ ഒരു വിഷയത്തിൽ കൃത്യമായി നിലപാടുകൾ നമുക്ക് പറഞ്ഞു തന്നു. ഇതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഖബറുമായി ബന്ധപ്പെട്ട് ഒരുപാട് അനാചാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ചന്ദനക്കുടം എന്ന ഒരു പ്രക്രിയയെ മാത്രം എതിർത്തു എന്നതുകൊണ്ട് ബാക്കിയുള്ളതൊന്നും ഹലാലാകുന്നില്ല, അല്ലെങ്കിൽ അനുവദനീയമാകുന്നില്ല, ഇസ്ലാമിൽ ശരിവെക്കുന്നില്ല. എന്നാൽ ഇവിടെ അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുന്ന ചില വിഷയങ്ങളുണ്ട്. അദ്ദേഹം പറയുന്നത് CMൻ്റെ മക്കാമും അതുപോലെ തന്നെ മമ്പുറം മക്കാമും എല്ലാം ഏറ്റവും നല്ല രൂപത്തിൽ മാതൃകാപരമായി നടക്കുന്നുണ്ടല്ലോ എന്നാണ്.
അപ്പോൾ ഇതൊക്കെ കേരളത്തിലുടനീളം ഒരുപാട് ജാറങ്ങൾ നടന്നു വരുന്നു, അവർ ആചരിച്ചു വരുന്നു, ഇത്തരം ഉറൂസും ആണ്ട് നേർച്ചകളും ആചരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ശരിക്കും ഇസ്ലാമിൻ്റെ എന്തെങ്കിലും ഒരു നന്മ കാണിച്ചു കൊടുക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ ഈ കേരളത്തിലൊട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്ന ഉറൂസുമായി ബന്ധപ്പെട്ട് മൊത്തത്തിൽ എന്താണ് അതിനോട് സഫീർ ഉസ്താദിന് പ്രതികരിക്കാനുള്ളത്? ഇവിടെ മൂസ സലഹ് ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഈ കുമ്മനം അസ്ഹരി ഈ പറഞ്ഞ വിഷയത്തെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. കാരണം അതൊരു ശുഭലക്ഷണമായിട്ട് വേണമെങ്കിൽ നമുക്കതിനെ കാണാം. തീർച്ചയായും ഒരുപാട് തിന്മകൾക്ക് ഒരു തിന്മയെങ്കിലും എതിർത്തില്ല. മാത്രമല്ല ആ തിന്മയെ എതിർക്കുകയും പിന്നെ അതിൽ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായത്തെ പിന്നെ ചോദിച്ചു വാങ്ങുകയും ആളുകളെ കൊണ്ട് പറയിപ്പിക്കുകയും തൊട്ടടുത്ത ആഴ്ച നടന്ന ഹുതുബയിൽ അദ്ദേഹം ചെയ്യുന്നുണ്ട്, വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഈ ചന്ദ്രക്കുടത്തെ നമ്മൾ എതിർത്തിരുന്നു, അപ്പോൾ നമ്മുടെ മഹല്ലത് പരിപൂർണമായിട്ടും ഒഴിവാക്കി അൽഹംദുലില്ലാഹ് എന്നൊക്കെ പറഞ്ഞ് ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചില ചോദ്യങ്ങൾ ഇതിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ കാര്യം പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഒന്നാമത്തത്, ഇവിടെ കുമ്മനം അസ്ഹരി ഭീമാപ്പള്ളി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കേരളത്തിലെ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു ഉത്സവ കേന്ദ്രമാണ്, ജാറമാണ്. തിരുവനന്തപുരം ജില്ലയിൽ അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പബ്ലിക് സ്കൂളുകൾക്ക് അവധിയും ലീവൊക്കെ പ്രഖ്യാപിക്കുന്ന, കാരണം അത്രയും തിരക്കുകളൊക്കെ ഉണ്ടാകുന്നൊരു സംഗതിയാണ്. അവിടെയുള്ളൊരു പ്രധാനപ്പെട്ട സംഗതിയായിട്ട് അറിയപ്പെടുന്ന ഭീമാ ഉമ്മിച്ച എന്നുള്ളത് അറിയപ്പെടുന്ന ഒരു സംഗതിയാണ്. അവിടെ ഒരുപാട് അനാചാരങ്ങൾ കാലങ്ങളായിട്ട് നടന്നു വരുന്നതും പല തരത്തിലുള്ള ആളുകളൊക്കെ പറയുന്നു. അപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം നിരന്തരം എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അവർക്കതിൽ ഒരു കാര്യമെങ്കിലും ഇപ്പോൾ ബോധ്യപ്പെട്ടു എന്നുള്ളത് അൽഹംദുലില്ലാഹ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ്, വിജയമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും ഇവിടെ അദ്ദേഹം ചന്ദനക്കുടത്തെയാണ് എതിർത്തിക്കുന്നത്. ചന്ദനക്കുടം എന്ന് പറഞ്ഞാൽ അവിടെ അതുമായി ബന്ധപ്പെട്ട് കുറേ ആളുകളെ കച്ചവടത്തിന് ആൾക്കാരുണ്ട്. അപ്പോൾ പള്ളിയിൽ തന്നെ കൈവക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർ കൈവക്കണില്ല. അപ്പോൾ കൈവക്കാത്ത ആളുകൾ മിക്കവാറും ചന്ദനക്കുടം വിറ്റ് പൈസ ഉണ്ടാക്കുന്ന ആളുകളോ അതുമായി ചുറ്റിപ്പറ്റി വരുമാനം ഉണ്ടാക്കുന്ന ആളുകളായിരിക്കാം. എല്ലാവരെ കൊണ്ട് കൈവക്കിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. അപ്പോൾ കുറേ ആളുകൾ അവിടേക്ക് വരുന്നു. ഇപ്പോൾ ഞാൻ നേരത്തെ ചില വ്ളോഗുകളൊക്കെ കണ്ടിരുന്നു. വ്ളോഗർമാർക്ക് പോയിട്ട് ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആചാരം, ഇതാണ് ചന്ദനക്കുടം, ഇതെങ്ങനെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങും, എന്നിട്ട് ഇതുകൊണ്ട് ഇങ്ങനെ ഈ പിന്നെ ജാറം മൊത്തം തവാഫ് ചെയ്യും, എന്നിട്ട് നമ്മൾ അവിടെ ഏൽപ്പിക്കും. അപ്പോൾ അതവിടെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഏൽപ്പിക്കപ്പെട്ട ചന്ദനക്കുടം മൊത്തം തിരിച്ച് ഇങ്ങോട്ടേക്ക് ഇവിടേക്ക് വീണ്ടും എത്തുകയാണ് ചെയ്യുക. ഇവിടുന്ന് പിന്നെയും പൈസ കൊടുത്ത് വാങ്ങുന്ന അവസ്ഥ ഉണ്ടാകുക. ഏതായാലും അതവിടെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ചന്ദനക്കുടം നേർച്ച എന്നൊക്കെ ഫ്ലക്സ് വെച്ചൊക്കെ പല തരത്തിലുള്ള ജാറങ്ങളൊക്കെ പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ നമ്മൾ ഒരുപാട് കണ്ടുവരാറുള്ളതാണ്. എന്നാൽ ഇവിടെ ഈ ഒരു ചന്ദനക്കുടത്തെ മാത്രമാണോ ഇദ്ദേഹം അനാചാരമായി കണ്ടിട്ടുള്ളത് എനിക്ക് ചോദിക്കാനുള്ളത്. ഇത് ഹറാമാണ്, ഇതുകൊണ്ടുള്ള പിന്നെ സമ്പാദ്യം നിങ്ങൾക്ക് ബറക്കത്തുണ്ടാവുകയില്ല, അത് ഹറാമാണ്, നിങ്ങൾക്ക് ഹലാലായ സമ്പാദ്യമല്ല, ഒഴിവാക്കണം, ഇസ്ലാം പഠിപ്പിച്ചതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത്. അങ്ങനെയാണെങ്കിൽ അവിടെ തന്നെ നടക്കുന്ന മരുന്ന് കിണർ, കുറേ ആളുകൾ അവിടെ പോയിട്ട് ആ മരുന്ന് കിണറിലെ വെള്ളം എടുത്തു കുടിക്കാവുന്ന പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. അതേപോലെ തന്നെ അവിടുത്തെ പിന്നെ എണ്ണ കുടിക്കുക, അതേപോലെ തന്നെ പട്ട് മൂടുക തുടങ്ങിയത്, അതും അതിനപ്പുറത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ പല ജാറങ്ങൾ നടക്കുന്ന കാര്യങ്ങളാണ്. ജാറം മൂടുക, അവിടെ വിളക്ക് കത്തിക്കുക, അവിടെ പോയി സുജൂദ് ചെയ്യുക. അതേപോലെ തന്നെ പിന്നെ കോഴിക്കോട് അപ്പവാടിയപ്പ നേർച്ചയുണ്ട്. അവിടെ ഓരോ പിന്നെ അവയവത്തിൻ്റെ അസുഖത്തിനനുസരിച്ചിട്ട് അപ്പങ്ങൾ അവിടെ നിവേദ്യമായി കാണിക്കുകയെ വെക്കലാണ്. എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ, ഒരുപാട് അനാചാരങ്ങൾ ജാറവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഇദ്ദേഹം തന്നെ മാതൃകയെ കൊണ്ട് പറഞ്ഞ 2 ജാറമാണ് CM മക്കാമും മമ്പുറം മക്കാമും. മമ്പുറത്തെ കൊടിയാണ് ഫേമസ്. മമ്പുറത്തെ പിന്നെ ചുറ്റുഭാഗങ്ങളിൽ മഴയില്ലാത്ത സ്ഥലങ്ങളുണ്ടെങ്കിൽ മമ്പുറത്ത് പോയി കൊടിയെടുത്ത് ആ സ്ഥലങ്ങളിൽ ഒന്ന് പിന്നെ പ്രദക്ഷിണം ചെയ്താൽ അവിടെ പിന്നെ മഴ പെയ്യുമെന്നാണ് വിശ്വാസം. അതേപോലെ തന്നെ ഒരുപാട് അനാചാരങ്ങൾ അവിടെയും നടക്കുന്നുണ്ട്. അവിടെ ഭണ്ഡാരത്തിലാകട്ടെ മറ്റു പ്രവർത്തനങ്ങളിലാകട്ടെ ഒരുപാട് അനാചാരങ്ങൾ. ഇങ്ങനെ ജാറവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അനാചാരങ്ങൾ നടക്കുന്നു. ഈ പറയപ്പെട്ട സംഗതികളൊക്കെ അനുവദനീയമാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ എന്താണ് എന്ന് ഇവർ സമൂഹത്തിനെ പഠിപ്പിക്കേണ്ടതുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ഈ ചന്ദനക്കുടം എന്നുള്ളത് ഒരുപാട് എതിർപ്പുകൾ വന്നതുകൊണ്ട് മാത്രം ഇതിനെ ഇദ്ദേഹം ഇപ്പോൾ ഇങ്ങനെ ആക്കിയതാണ്. അതല്ലാതെ ഇതൊരു ഇസ്ലാമികമല്ല എന്ന് മനസ്സിലായതാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കുമ്മനം അസ്ഹരിക്ക് മാത്രമല്ലല്ലോ ഇവിടെ ഇതിനെ അനുകൂലിച്ചുകൊണ്ട് ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊരിക്കലും അനിസ്ലാമികമാണ് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് മാറ്റിവെക്കുന്നതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. മറിച്ച് കുറേ എതിർപ്പുകൾ വന്നപ്പോൾ മുഖം രക്ഷിക്കാനും വേണ്ടി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നെ ആ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നത് സമൂഹത്തിൽ വൈറലായി കൊണ്ടിരിക്കുന്ന പിന്നെ അസ്ഹരിയും മറ്റു ആളുകളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ മുഖം രക്ഷിക്കാനും വേണ്ടി മാത്രമാണ് പ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തജ്അൽ ഖബ്രി ഈദൻ വലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനെ ആരാധനാ കേന്ദ്രവും ആരാധിക്കപ്പെടുന്ന വിഗ്രഹവും ആക്കി മാറ്റിയതിന് പ്രവാചകൻ്റെ കൽപ്പനയുണ്ട്. പ്രവാചകൻ്റെ ഖബറിടം അങ്ങനെ ആക്കാൻ പാടില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ള ഖബറുകൾ എന്തായാലും പാടില്ല. ഒരു ഖബർ കെട്ടിപ്പോക്കുക, അവിടെ ആചാരങ്ങൾ നടത്തുക, അവിടെ ഉറൂസുകൾ നടത്തുക, അതിനെ ആരാധനാ കേന്ദ്രമാക്കുക, അവിടെയുള്ള ആളുകളോട് പോയി പ്രാർത്ഥിക്കുക, അവിടെ വർഷം തോറും ആണ്ടുകൾ നടത്തുക, അതുമായി ബന്ധപ്പെട്ട കുറേ അന്യപെണ്ണും സ്ത്രീയും പുരുഷനും ഒക്കെ കൂടിക്കലരുക എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള സംഗതികൾ ഒന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഈ ഏർപ്പാട് തന്നെ പരിപൂർണമായി നിർത്താനുള്ള പദ്ധതികളാണ് ഈ അസ്ഹരിയെ പോലെയുള്ള ആളുകളും മറ്റുള്ള ആളുകളും നമുക്ക് എടുക്കേണ്ടത്. അങ്ങനെ ഈ ജാറ വ്യവസായത്തെ അല്ലെങ്കിൽ ഈ ജാറവുമായി ബന്ധപ്പെട്ട് പറയപ്പെടുന്ന കാര്യങ്ങളെ, ഈ ഉറൂസുമായി ബന്ധപ്പെട്ട അനാചാരങ്ങളെ പരിപൂർണമായും എതിർത്ത് അത്തരമൊരു സംഗതിയെ ഇല്ലാതാക്കിയിട്ട് ഒരു ശുദ്ധീകരണം നടത്തി യഥാർത്ഥ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനുള്ള പണി കൂടി ഇത്തരം ആളുകൾ എടുക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ജസാക്കുമുല്ലാഹ് ഖൈർ.